എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അരിയേഴ്സ് കാരണം അബ്രോഡ് പഠനം നടക്കില്ലെന്ന് കരുതുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബത്തെ വിട്ടിട്ട് പോകാനുള്ള മടി കാരണം പല എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും വിദേശ പഠനം എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചവരുമുണ്ട്. ഇങ്ങനെയൊക്കെയുമുള്ളവർക്കുള്ള ഒരു നല്ലൊരു കൺട്രിയാണ് സ്വീഡൻ. നിങ്ങളുടെ പഠനത്തിനാണേലും ഒരു ഫാമിലി ഫ്യൂച്ചറിനും ഒക്കെയും ഉള്ള ഒരു നല്ലൊരു ഷെങ്കൻ കൺട്രിയാണ് സ്വീഡൻ. സ്വീഡൻ ലോകത്തിലെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺട്രികളിൽ ഒന്നാണ്. വോൾവോ, സ്കാനിയ, എറിക്സൺ, ABB, ഐക്യ തുടങ്ങിയ പല കമ്പനികളുടെയും നാടാണ് സ്വീഡൻ. അതുകൊണ്ട് തന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എഡ്യൂക്കേഷൻ വരുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും ആയത് കാരണം നല്ലൊരു ക്വാളിറ്റി തന്നെ സ്വീഡൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ളവർക്ക് എല്ലാം തന്നെ ഒരു 4 ഇയർ പ്രോഗ്രാം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും തന്നെ അവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പോകാനായിട്ട് പറ്റും. പല സ്വീഡിഷ് യൂണിവേഴ്സിറ്റീസും നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫൈല് വിലയിരുത്തിയിട്ടാണ് അഡ്മിഷൻ തരുന്നത്. അതിൽ ബാക്ക്ലോഗ്സ് മാത്രം നോക്കാതെ മറിച്ച് നിങ്ങളുടെ ഗ്രാജുവേഷൻ സ്കോർ, പ്രോജക്റ്റ്, നിങ്ങളുടെ സ്കിൽസ്, വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്കൊരു അഡ്മിഷൻ തരുന്നത്. പല വിദ്യാർത്ഥികൾക്കും അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടേതായ ഒരു അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ ആ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാ പ്രോഗ്രാമുകൾക്കും IELTS നിർബന്ധമല്ല. മറിച്ച് നിങ്ങളുടെ ഗ്രാജുവേഷൻ നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നതായതുകൊണ്ട് IELTS എന്നുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൂഫ് പല യൂണിവേഴ്സിറ്റീസിനും ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ IELTS ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റിയും വളരെ ഹൈ ആണ്. സ്വീഡനിലെ പല മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും പ്രത്യേകിച്ചൊരു പ്രായപരിധി ഇല്ല. അഡ്മിഷൻ പ്രധാനമായും അക്കാഡമിക് എലിജിബിലിറ്റി അടിസ്ഥാനമാക്കിയിട്ടാണ്. എലിജിബിൾ ആയിട്ടുള്ള മാസ്റ്റർ പ്രോഗ്രാമിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്പൗസിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ സ്പൗസിന് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട്. കുട്ടികൾക്ക് സ്വീഡൻ്റെ പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിന് തന്നെ സൗജന്യ വിദ്യാഭ്യാസം കിട്ടുന്നതുമാണ്. സോ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോകുന്നതിന് യാതൊരു വിധവും തടസ്സവും സ്വീഡനിലില്ല. സ്വീഡൻ ഒരു ഷെങ്കൻ രാജ്യമായതുകൊണ്ട് തന്നെ ഒരു ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെയും തന്നെ വിസ കൂടാതെ ട്രാവൽ ചെയ്യാനുള്ള പ്രൊവിഷനും കിട്ടും. പഠനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ജോലി കരസ്ഥമാക്കുക. ജോലി കിട്ടിക്കഴിഞ്ഞ് അവിടെ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ കണ്ടീഷൻസ് ഒക്കെയും നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് PR ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. സോ PR ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒത്തിരിയും തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ സ്വീഡൻ. എന്നാലും ഓരോ ഗ്രാജുവേറ്റിൻ്റെയും പ്രൊഫൈൽ വ്യത്യസ്തമാണ്. അപ്പോൾ ആ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് IELTS വേണോ, സ്കോളർഷിപ്പ് കിട്ടുമോ, PR കിട്ടുമോ, പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഡെലിഗേറ്റിനെ മീറ്റ് ചെയ്യാവുന്നതാണ്. സോ 1st of August മെഡ്സിറ്റി ട്രിവാൻഡ്രം ഓഫീസ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഡു കം ആൻഡ് ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്. താങ്ക് യു. You dream it, we make it. MedCity Study Abroad.